അപ്പോൾ നമുക്ക് ഗു എന്ന സിനിമ നിങ്ങൾ ഇതിനോടകം കണ്ടു കാണാം, എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ രണ്ടുപേരാണ്. ട്രെയിലർ കണ്ടിട്ടുണ്ട്, അതിനകത്തൊരു സംഭവം ഇങ്ങനെ പോകുന്നുണ്ട്. അതിനെ തേരോട്ടെന്നും പന്തം പോക്കുന്നും ഗുളികനും എന്നൊക്കെ പറയാൻ മനസ്സിലായി. ആ ഇരുട്ടിനെ ഈ സംഭവം എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നമ്മുടെ സിനിമ. ഒരു മണിക്കൂർ നമുക്ക് എന്തായാലും ബ്രേക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ബ്രേക്കിൽ ചെറുതായിട്ടൊന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എണീക്കുമ്പോഴത്തേക്ക് കുറച്ച് നമ്മൾ മൂടിയാവും. സോ ഞാൻ പറയണത് അതുകൊണ്ട് ഈ ഞാനിങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും പല കുട്ടികളുടെ സിനിമകളിലും ഞാൻ ഭാഗമാണ്. ഇപ്പോൾ ആൻമറിയ കലിപ്പിലാണ്, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ, അല്ലാത്തെല്ലാം കുട്ടികളാണ്. 12 വയസ്സും 13 വയസ്സുള്ള കുട്ടികളാണ്. പല്ലൂട്ടി, നമ്മുടെ പല്ലൂട്ടി. അപ്പം പല്ലൂട്ടിയിൽ ഈ പറഞ്ഞ കുട്ടികളുടെ കൂടെയാണ്, അവരുടെ സുഹൃത്തായിട്ടും അഡ്വൈസറൊക്കെ ആയിട്ട്. 5 വയസ്സുള്ളൊരു കുട്ടി മുതൽ രാജു സാർ വരെ ഉണ്ട്. ബ്രില്യൻറ്റ് പെർഫോമൻസ് ആണ്. അങ്ങനെ ഒരു ബഞ്ച് ഓഫ് ആക്ടേഴ്സിനെ കിട്ടി എന്നുള്ളത് ആസ് എ ഡയറക്ടർ എൻ്റെ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. CP Extractsലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം മനു രാധാകൃഷ്ണൻ, സൈജിക്കൽ. വെൽക്കം ഷോ. താങ്ക് യു. ഗു എന്ന സിനിമയുടെ ഡയറക്ടറും അതിനകത്ത് മെയിൻ ലീഡുമാണ്. അപ്പോൾ നമുക്ക് ഗു എന്ന സിനിമ നിങ്ങൾ ഇതിനോടകം കണ്ടു കാണാം, എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ രണ്ടുപേരാണ്. സോ ഗുളികൻ എന്നാണ് അതിന് ഷോർട്ട് ഫോം ആണെന്ന് ഗു ആയിരിക്കാം. അപ്പൊ എന്താണ് സിനിമ? ഗുളികൻ്റെ മിത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു സിനിമ തന്നെയാണ്. ശരി. അപ്പോൾ നമുക്ക് കൂടുതലധികം എങ്ങനെയൊക്കെ പറഞ്ഞാലും പറയാൻ പറ്റില്ല. അല്ല, ദൈവം പറയുന്നുണ്ടായിരുന്നു എനിക്ക്. ഞാനും ഗുളികൻ്റെ ഷോർട്ട് ഫോം അതാണ് ആക്ച്വലി. പക്ഷെ അതിൻ്റെ അകത്തൊരു ഈ സംസ്കൃതത്തില് എന്ന് വെച്ചാൽ ഡാർക്ക്നെസ് എന്നാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലൊരു ഡാർക്ക്നെസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഡാർക്ക്നെസ്സിനെ, നമ്മുടെ ഉള്ളിലെ പേടീനെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നൊരു, പേടി എന്ന് പറയുന്നൊരു ഇമോഷൻ വെച്ചാൽ അത് പ്യുവർ ഒരു ഡാർക്ക്നെസ് എന്ന് പറയുന്നൊരു സാധനമാണ്. അതിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടല്ലോ, അതിനകത്തൊരു സംഭവം ഇങ്ങനെ പോകുന്നുണ്ട്. അതിനെ തേരോട്ടെന്നും പന്തം പോക്കുന്നും ഗുളികനും എന്നൊക്കെ പറയാൻ മനസ്സിലായി. ആ ഇരുട്ടിനെ ഈ സംഭവം എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നമ്മുടെ സിനിമ. സൈജേട്ടനെ സംബന്ധിച്ച് നല്ലവനായ അച്ഛൻ കഥാപാത്രങ്ങളിലേക്ക് മാറുന്നുണ്ടോ? അങ്ങനെയല്ല, ആ ഒരു രീതിയിലേക്ക് നമുക്കിപ്പോ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ദേവനന്ദനം കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് നമുക്ക് മാളികപ്പുറം ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടൊരു റിസംബ്ലൻസ് തോന്നുന്നത്. ആക്ച്വലി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ പടത്തിൽ ചാൻസ് കിട്ടിയത് തന്നെ. അത് ശരി, ദേവനന്ദനാണ് എന്റെ ഭാഗ്യം. ദേവുവിന് കാസ്റ്റ് ചെയ്തതിനു ശേഷം ദേവുവിന്റെ അച്ഛനായിട്ട് ആലോചിച്ചപ്പോഴത്തേക്കും അങ്ങനെ എന്റെ പേര് ഇവരെ ആലോചിച്ചതാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഇതിന് ശേഷമായിരുന്നു, മാളികപ്പുറത്തിന് ശേഷം ഷൂട്ട്. ഇതിപ്പോ നമ്മള് കഴിഞ്ഞ ഒരു 6 മാസം മുമ്പല്ലേ ഷൂട്ട് ചെയ്തത്. അതെ അതെ, മാളികപ്പുറം കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മോളെ വെച്ചിട്ട് സിനിമ ചെയ്യാമെന്ന് സാറ് പറഞ്ഞത്. അപ്പോൾ കഥ നേരത്തെ റെഡി ആയിട്ടുള്ളത് കൊണ്ട് അപ്പം തന്നെ പിച്ച് ചെയ്തു സംഭവങ്ങൾ. കാഴ്ചക്കാരിൽ അത് നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ പറഞ്ഞ പോലെ വേറെ ആരെയും ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ രീതിയിലേക്ക് അത്രത്തോളം. അല്ല, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഇപ്പം എന്തെങ്കിലും കാരണവശാലും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നെങ്കിൽ, പക്ഷെ അങ്ങനത്തെ ഒരു കാരണങ്ങൾ ഞാൻ ഉണ്ടാക്കില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഇത് നമ്മളിത് കേട്ട് കഴിഞ്ഞപ്പം ഫസ്റ്റ് ഓഫ് ഓൾ രാജചേട്ടനാണ് ഈ പടത്തിൽ വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു ബാനർ നമ്മൾ കൊച്ചിലോട്ട് നമ്മൾ പല പടങ്ങളും ഇദ്ദേഹത്തിന്റെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫാസിനേഷൻ ഉണ്ട്. അപ്പം ആ ബാനറിൽ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു പടം. പിന്നെ മനു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ എനിക്ക് അറിയില്ല, അദ്ദേഹം എങ്ങനത്തെ ഒരു ക്രിയേറ്റർ ആണെന്നുള്ളത് അറിയില്ല. ഞാൻ കാണുന്നു, അദ്ദേഹം കഥ പറയുന്നു. കഥ എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റിൽ കഥ പറഞ്ഞു. അപ്പോൾ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ആ ഒരു ജോണർ അധികം ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ സിനിമ ചെയ്യണം എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. പിന്നെ ദൈവം അനുഗ്രഹിച്ച ആ സമയത്ത് എല്ലാം എവറിത്തിങ് ഫെൽ ഇൻ പ്ലേസ്. ഡേറ്റും ഉണ്ടായി. പിന്നെ നമുക്ക് അധികം ഈ ലൊക്കേഷനിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടായില്ല. ഇപ്പം മഴയോ അങ്ങനത്തെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഹിൻഡ്രൻസ് ആയിട്ട് വന്നില്ല നമ്മുടെ ഷൂട്ടിങ്ങിൽ. സോ ഇറ്റ് വാസ് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു. പിന്നെ രാജചേട്ടൻ്റെ പ്രൊഡക്ഷൻ ആയത് കാരണം അദ്ദേഹത്തിനൊരു വളരെ ഒരു ഇതുണ്ട്. 9:30 രാത്രി 9:30 ആകുമ്പോൾ ഷൂട്ട് നിർത്തണമെന്നുള്ളത്. അത് പുള്ളി വളരെ സ്ട്രിക്റ്റ് ആണ് ആ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റ് ഷൂട്ട്സ് ഇല്ലായിരുന്നു. രാവിലെ സാധാരണഗതിയിൽ ഞാൻ ഫസ്റ്റ് ഓടം ചെയ്യുമ്പോഴാണ്, ആദ്യ കാലഘട്ടത്തിലായിരുന്നു ഈ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബ്രേക്കിന് മുമ്പ് ഒരു സീൻ കഴിയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന സിനിമകളിലൊക്കെ മിക്കവാറും ഒക്കെ നമ്മളൊരു 8:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 9 മണിക്കൊക്കെ തുടങ്ങുന്നത്. അൺലെസ് ആൻഡ് അൺടിൽ ഒരു ഏർലി മോർണിംഗ് മറ്റേ സൺറൈസ് ഷോട്ട് അങ്ങനെയൊക്കെയുള്ള സീൻ ഉണ്ടെങ്കിൽ മാത്രം നേരത്തെ തുടങ്ങും.
പക്ഷേ നമ്മുടെ പടത്തിൽ നമ്മൾ ഒരു സീൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സീൻ ഇപ്പോൾ ഒരു ചെറിയ സീനായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം 8:30 ആകുമ്പോഴത്തേക്കും ആ സീൻ കഴിയും. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പിന്നെ 9:30 നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഈ വർക്ക് ചെയ്യാനുള്ളൊരു എനർജി ലെവലൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഈ രാവിലെ ഒരു 6 മണി തൊട്ട് ഉച്ചവരെയൊക്കെ ആകുമ്പോഴത്തേക്കും ആ സമയത്താണ് ഏറ്റവും കൂടുതൽ നല്ല ഔട്ട്പുട്ട് കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ കേരളത്തിലെ ഒരു ഫുഡ് ഹാബിറ്റ് വെച്ചിട്ട് നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു കാര്യങ്ങൾ അത് പിന്നെ ആ ഒരു മണിക്കൂർ നമുക്ക് എന്തായാലും ബ്രേക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു വീട്ടിൽ ചെറുതായിട്ടൊന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എണീക്കുമ്പോഴത്തേക്കും കുറച്ച് നമ്മൾ മൂടിയാവും. സോ ഞാൻ പറയണത് അതുകൊണ്ട് ഈ നമ്മൾ ബ്രേക്കിന് മുമ്പായിട്ടൊരു സീൻ തീർക്കുന്നത് കൊണ്ട് അത്രയും നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും 9:30 കഴിയുന്നതുകൊണ്ട് എല്ലാവരും വെൽ റെസ്റ്റഡ്, എല്ലാം വളരെ ഫ്രഷ് ആയിട്ടാണ് അടുത്ത ദിവസം വരുന്നത്. അപ്പം അത് എല്ലാവരുടെയും പെർഫോമൻസിൽ അദ്ദേഹത്തിൻ്റെ ആണെങ്കിലും ശരി, 5 വയസ്സുള്ളൊരു കുട്ടി മുതൽ രാജു സാർ വരെ ഉണ്ട്. ബ്രില്യൻ പെർഫോമൻസ് ആണ്. അങ്ങനെ ഒരു ബഞ്ച് ഓഫ് ആക്ടേഴ്സിനെ കിട്ടി എന്നുള്ളത് ആസ് എ ഡയറക്ടർ എൻ്റെ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. ചില സാധനങ്ങൾ ഈ ഉർവശി ശാപ ഉപകാരം എന്ന് പറയുന്ന പോലെ ഇതിനകത്തൊരു മെയിൻ ഒരു ഇമോഷണൽ സീനുണ്ട്. അതൊരു മേജർ സീനായി സിനിമയിലെ. ആ സീൻ നമ്മൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം ഞാനീ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ഒന്ന് മയങ്ങാൻ വേണ്ടി കാരവനിൽ കിടന്നു. ഞാൻ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ അപ്പർ ലിപ്പിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പം അതായത് ഒരു തടിപ്പ് പോലെ ഫീൽ ചെയ്യുന്നത്. ഞാൻ വാഷ്റൂമിൽ പോയി മിററിൽ നോക്കിയപ്പോഴത്തേക്കും തടിച്ചിരിക്കുന്നു. മീശ ഉണ്ടെങ്കിലും മീശ എന്ത് അറിയുന്നുണ്ട്. അപ്പം നോക്കിയപ്പോഴത്തേക്കും ചെറിയ ഞാൻ തന്നെ തലേദിവസം എന്തോ ചോക്ലേറ്റ് എന്തോ കഴിച്ചിട്ട് അവിടെ വെച്ച് എൻ്റെ കവർ എന്തോ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊന്ന് ഉറുമ്പാന്ന് തോന്നും. അപ്പം ഇനിയിപ്പോൾ എന്ത്, അപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പോൾ ഞാൻ മനുവിനെ വിളിച്ചപ്പോൾ ഇവരവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മനുവിനെ വിളിച്ച്, മനു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഭയങ്കര പ്രശ്നമാണോ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാൻ ഇങ്ങോട്ട്, എന്നിട്ട് നിങ്ങൾ നോക്ക്. അപ്പം മനുവിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് നോക്ക്. നോക്കിയപ്പോഴത്തേക്കും പ്രശ്നമാണ്. എന്നിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുട്ടികളുടേതായ കുറച്ച് സീൻസും പിന്നെ സോങ് കട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ അപ്പോഴത്തേക്കും പിന്നെ പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്കും ശരിയായി. പിറ്റേ ദിവസമാണ് നമ്മൾ ആ സീൻ ഷൂട്ട് ചെയ്യുന്നത്. അത് ഭയങ്കര നന്നായി ആക്ച്വലി, അതിന് നല്ല ഔട്ട്പുട്ട് വന്നു. ഞങ്ങള് തമാശക്കെടുത്ത് പറഞ്ഞാൽ ആ ഉറുമ്പിനെ പിടിച്ച് കടിപ്പിച്ചതാണ്. ഭയങ്കര ഡെപ്തുള്ള, ഭയങ്കര വെയിറ്റ് ക്യാരി ചെയ്യുന്നൊരു സീനാണ്. അപ്പോൾ പക്ഷെ അത് അടുത്ത ദിവസം ഷൂട്ട് ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ അന്ന് ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു സംഭവം കിട്ടില്ലായിരുന്നു. അത് അടുത്ത ദിവസം അത് സിനിമ കാണുമ്പോൾ കാണേണ്ട അടുത്ത സാധനമാണ്. അപ്പൊ അതൊക്കെ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് വന്നു. എനിക്കൊന്ന് മിത്തിക്കൽ സാധനം ആലോചിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് ആദ്യം അതുകൂട്ട് കഥകളായിരിക്കുമല്ലോ. അപ്പൊ ഫസ്റ്റ് സിനിമയായിട്ട് ഗുളികൻ ചൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ഇപ്പോൾ ഉള്ള ടെക്നോളജി വന്നു, ആൾക്കാർക്ക് അതിനോടുള്ള അറിവിന്റെ വ്യത്യാസമുണ്ട്. പണ്ട് നമ്മളത് വിശ്വസിച്ചാണ്. പണ്ടത്തെ സിനിമകളിലൊക്കെ മിത്ത് പറയുമ്പോൾ ഓക്കെ അങ്ങനെ ദൈവം ആ ഒരു സാധനം വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് അതിനകത്തൊരു വേറൊരു ഐഡിയോളജി ഉള്ളവരും കൂടെ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കാണുന്നത്? അപ്പം അത് എത്രമാത്രം ഡിഫറെന്റ് ആയിരുന്നു ഇപ്പം ചെയ്യുമ്പോൾ? ആക്ച്വലി എന്താണ്, ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞ സിനിമകൾ അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ള സ്ക്രിപ്റ്റുകളൊക്കെ കംപ്ലീറ്റ്ലി വേറെ സിനിമകളായിരുന്നു. ഇത് വളരെ ആക്സിഡന്റലായിട്ട് മാളികപ്പുറം കണ്ടതിന് ശേഷം സാറ് മോളെ വെച്ചിട്ടൊരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഒരു ത്രെഡ് ഉണ്ടായിരുന്നു മനസ്സിൽ. അതിനൊരു സ്ക്രിപ്റ്റാക്കി അങ്ങനെ വന്നൊരു സംഭവമായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ആരോ കൊണ്ടിടുന്ന പോലെയായിരുന്നു ആ സംഭവങ്ങളൊക്കെ പിന്നെ അങ്ങോട്ടേക്ക് വർക്കൗട്ട് ആയത്. പിന്നെ ഈ പറഞ്ഞ ഇപ്പോൾ എതിർക്കുന്നവരുണ്ട്, വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു സൊസൈറ്റിയുടെ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ സിനിമയ്ക്കകത്തുള്ളത്. ഇതൊരു അല്ല, അങ്ങനത്തെ ക്യാരക്ടേഴ്സും നമ്മുടെ സൊസൈറ്റിയിൽ എന്തുണ്ടോ അത് നമ്മുടെ സിനിമയ്ക്കകത്തുണ്ട്. നമുക്ക് റിയൽ ലൈഫിൽ ഗുളികനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ നേക്കഡ് ഐസിൽ എന്തൊക്കെ കാണാൻ പറ്റുമോ അതൊക്കെ ഇതിനകത്ത് കാണാം. ഞങ്ങളും പണ്ട് ഒരുപാട് പേടിച്ചെന്ന് നമ്മളങ്ങനെ പറഞ്ഞ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ തേരെന്ന് പറഞ്ഞ് രാത്രിയിലൊക്കെ അതേ പോകുന്നു. തേരെന്ന് പറയാറുണ്ട്, ചില സ്ഥലത്ത് വരുത്തു പോക്കെന്ന് പറയാറുണ്ട്, ദേവി സഞ്ചരിക്കുന്നതാണ്. ഇത് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. നോർത്ത് കേരളയ്ക്ക് പോകുമ്പോൾ ഗുളികന്റെ സഞ്ചാരം എന്ന് പറയും. അപ്പോൾ ആ എലമെന്റ് എടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഓക്കെ, കൂടുതലൊന്നും വിട്ടു പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഇതിനകത്ത് കുട്ടികളുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ
സൈജേട്ടൻ അത് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ. തീർച്ചയായും വെച്ചാല് ഞാനിങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും പല കുട്ടികളുടെ സിനിമകളിലും ഞാൻ ഭാഗമാണ്. ശരി. ആൻമറിയ കലിപ്പിലാണ് ലാസ്റ്റ് ഞാൻ ചെയ്തത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ. അല്ലാത്തെല്ലാം കുട്ടികളാണ്, 12 വയസ്സും 13 വയസ്സുള്ള കുട്ടികൾ. പല്ലോട്ടി, നമ്മുടെ പല്ലോട്ടി. അപ്പം പല്ലോട്ടിയിൽ ഈ പറഞ്ഞ കുട്ടികളുടെ കൂടെയാണ്, അവരുടെ സുഹൃത്തായിട്ടും അഡ്വൈസറൊക്കെ ആയിട്ട്. മറ്റേ ഒരു ചെറിയ ഗുണ്ടൈഷ് ടൈപ്പ് ഓഫ് ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടനില്. പിന്നെ കോലുമിട്ടായി ഞാൻ ചെയ്തിരുന്നത്, അതും കുട്ടികളുടെ ഒപ്പമായിരുന്നു. അങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് ചെയ്യാൻ പറ്റി. എനിക്കത് അറിയേണ്ടത്, ഈ നമ്മൾ പണ്ട് ഇങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, ഇപ്പോഴും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ തുടരുന്നുണ്ട്. അങ്ങനെ വിശ്വസിച്ച എന്തെങ്കിലും കഥകളുണ്ടോ സൈജേട്ടന് ഇത്തരത്തിൽ? ആക്ച്വലി കൊച്ചിലെ എനിക്കങ്ങനെ ആരും, ഇപ്പം അപ്പനും ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ആണല്ലോ കൂടുതൽ ഇങ്ങനത്തെ ഉള്ള മിത്ത് സ്റ്റോറീസ് പറഞ്ഞു തരുന്നത്. അങ്ങനെയൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ എവിടെയോ നമ്മൾ ഈ ആൾക്കാർ പറഞ്ഞതും അല്ലെങ്കിൽ നമ്മൾ ഈ സുഹൃത്തുക്കള് കുട്ടികളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറെ കാര്യം കേട്ടിട്ടുണ്ട്. ആകെ എൻ്റെ അച്ഛൻ ഒരു പ്രാവശ്യം ഞാൻ ഈ നമ്മൾ ഈ വിസിലടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ഈ സന്ധ്യ സമയത്ത് വിസിലടിക്കലെന്ന് പറയും, പാമ്പ് വരും എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള 1-2 കാര്യമില്ലാണ്ട് അങ്ങനെ നമ്മളെ എന്നെ ഒന്നും അങ്ങനെ ഫീഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് മൊത്തത്തില് ഇങ്ങനത്തെ പരിപാടികളൊരു മിത്താണല്ലോ. പക്ഷെ ഇതിന്റെ അകത്ത് ഒരിക്കലും നമ്മൾ ഈ സിനിമയില് നിങ്ങൾക്ക് സിനിമ മനസ്സിലാവും, വി ആർ നോട്ട് പ്രൊമോട്ടിങ്, അന്ധവിശ്വാസം പ്രൊമോട്ട് ചെയ്യുന്നില്ല. അല്ല, ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് ട്രിവാൻഡ്രമായിരുന്നു. ശരി. അപ്പോൾ ഞാൻ കാലിക്കറ്റിലേക്ക് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ട് 5 വർഷത്തോളായി. ഞാൻ കാലിക്കറ്റിൽ ചെല്ലുന്ന സമയത്താണ് ഈ ഗുളികനുമായിട്ട് റിലേറ്റഡ്, നോർത്ത് കേരളയിലാണ് ഗുളിക കഥകൾ ഒരുപാട് ഉള്ളത്. അപ്പം അവിടെ കേൾക്കുന്നതെല്ലാം പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ. പലർക്കും ഗുളികൻ എന്ന് വെച്ചാൽ പേടിയാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ എങ്ങനെയാണോ ഗുളികനെ എക്സ്പ്ലോർ ചെയ്തത് നോർത്ത് കേരളയിലേക്ക് ചെന്ന് വെച്ചാൽ അതേ രീതിയിലാണ് ഇതിനകത്ത് മിന്ന എന്ന് പറയുന്ന ക്യാരക്ടർ വെച്ചാൽ പുള്ളിക്കകത്ത് ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. അപ്പോൾ എൻ്റെ എല്ലാ ക്യൂരിയോസിറ്റിയും അത് ഞാൻ ആ ക്യാരക്ടറിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കകത്ത് കേൾക്കുന്ന ഓരോ സംഭവങ്ങൾ, അപ്പോൾ അതിന്റെ ഫാക്ട് ചെക്ക് ചെയ്യുന്നത് അച്ഛനുമായിട്ടാണ്. അപ്പോൾ ഈ അച്ഛന്റെ ക്യാരക്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ എൻ്റെ അച്ഛന്റെ ക്യാരക്ടർ വെച്ചിട്ട് എല്ലാ കഥകളും പറഞ്ഞു തരും. പക്ഷെ എപ്പോഴും അതിന്റെ ഒരു ലോജിക്കൽ സൈഡ് എന്താണെന്നുള്ളത് അച്ഛൻ പറഞ്ഞു തരും. അപ്പോൾ എനിക്ക് ആക്ച്വലി ഈ ക്യാരക്ടർ എഴുതാനും ഭയങ്കര എളുപ്പമായിരുന്നു. സിനിമ ഇങ്ങനെ കാവ് ചെയ്യുമ്പോഴത്തേക്കും പലർക്കും ഇതിന്റെ ട്രെയിലറിന്റെ അടിയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ കാന്താരന്നൊക്കെ അതിനോടൊക്കെ ഇതാവുന്നുണ്ട്. കാരണം നമ്മൾ കണ്ടേക്കുന്ന മിത്തിക്കൽ ഫാക്ടുകളെ മാത്രം വെച്ചിട്ടുള്ള പടങ്ങളാണ്. അതിനകത്ത് സയൻസ് റീസൺസുകൾ വളരെ കുറച്ചായിട്ടുള്ളൂ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടും. ഈ സിനിമ കൺസീവ് ചെയ്യുമ്പം എത്തരത്തിലാണ് ചെയ്തിരുന്നത്? ഔട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എത്തരത്തിലാണ് ഇപ്പോൾ ഉള്ളത്? ശരിക്കും ഈ സിനിമയുടെ ഫസ്റ്റ് തോട്ട് എന്ന് വെച്ചാൽ, അല്ല ഫസ്റ്റ് എലമെന്റ് എന്ന് വെച്ചാൽ, എനിക്കൊരു മോളുണ്ട്. മോൾക്ക് അവൾക്ക് എല്ലാ ദിവസവും ഓരോ കഥ കേൾക്കണം. അപ്പോൾ പല പല കഥകൾ നമ്മളിങ്ങനെ ഉറങ്ങുന്നതിനിടയിൽ ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ ഉണ്ടായി വന്നൊരു കഥയാണ്. അപ്പോൾ സാറിങ്ങനെ ഈ മോളെ വെച്ചിട്ടൊരു സിനിമ, ആ കഥയിൽ എൻ്റെ മോളെ നായിക. അപ്പോൾ ഈ ദേവുനെ വെച്ചിട്ടൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതേ കഥ എടുത്തിട്ട് അതിനകത്ത് കുറച്ചും കൂടെ ഡ്രാമയും കുറച്ചുകൂടെ ക്യാരക്ടേഴ്സിനെയൊക്കെ ആഡ് ചെയ്ത്, കുറച്ച് ഫാൻറ്റസി കുറച്ച് കൂട്ടി, കുറച്ച് ഹൊറർ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് അതിനൊരു ഫുൾ ലെങ്ത് സ്ക്രിപ്റ്റാക്കി മാറ്റി. ആദ്യം കേൾക്കുന്ന നിരഞ്ജായിരുന്നു സ്ക്രിപ്റ്റ്. കാലിക്കറ്റിലുണ്ടായിരുന്നു നിരഞ്ജ സമയത്ത്. കഥ കേൾക്കുന്നതിനിടയിൽ 3 സ്പോട്ടിൽ പുള്ളിക്കാരൻ ഇങ്ങനെ കൈ കാണിച്ചു, ഇങ്ങനെ ഗൂസ് ബംസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ എനിക്ക് ഓക്കെ ഇത് വർക്കാവും. ഈ മൊമെന്റ് ഞാൻ ഒരു 10-15 പേരോട് സാറ് കഥ പറയിപ്പിച്ചു എന്നെ കൊണ്ട്, ആൾക്കാരുടെ റിയാക്ഷൻ കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഗൂസ് ബംസ് പരിപാടി പലയിടത്തും നടക്കുന്നുണ്ട്. അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഇത് ഇച്ചിരി ചലഞ്ചിങ് ആവും. കാരണം കഥ പറയാൻ നമുക്ക് എളുപ്പമാണ്. കുട്ടിക്കാലം മുതലേ ഹൊറർ കഥ പറയാന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹോബിയുടെ ഭാഗമാണ് കസിൻസിൻ്റെ അടുത്ത്. പക്ഷെ നമ്മൾ സിനിമയായി മാറുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു ഐഡിയ വേറൊരാൾ ഷൂട്ട് ചെയ്യുന്നു, വേറൊരാൾ എഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെ ഈ ഗൂസ് ബം മൊമെന്റിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ചലഞ്ച് ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വർക്കൗട്ടായി എന്നാണ് വിശ്വാസം. എനിക്ക് അത് എൻഹാൻസ്ഡ് ആയെന്നാ തോന്നുന്നു. എനിക്ക് ഇത് ചോദിക്കാൻ അറിയത്തില്ല, ഇത്ര സിനിമകൾ ഷൂട്ട് ചെയ്യുമ്പോൾ സെറ്റിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് സഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഉറുമ്പടി നമുക്ക് അങ്ങനെ കണക്കാക്കാം. പക്ഷെ എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇതിനകത്ത്
ഗുളികനായിട്ട് ചെയ്തത് ആക്ച്വലി ഗുളികൻ തെയ്യമായിട്ട് വന്നത് ഗുളികൻ തെയ്യം കെട്ടുന്ന ആള് തന്നെയാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു വെച്ചാൽ എനിക്ക് ഇവിടെ ഗുളികൻ്റെ പ്രസൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു വെച്ചാൽ അവർ ആ ഒരു ട്രാൻസ് മോഡിലേക്ക് പോകുമല്ലോ കാവുകളിലൊക്കെ. അപ്പം അതിൻ്റെ ഒരു വൈബ്രേഷൻ ഇങ്ങനെ കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും മോഡ് മാറി. എല്ലാവരും ഇങ്ങനെ കാരണം ഇതുപോലത്തുള്ള എന്താണെന്നറിയില്ല ചില ഇൻസിഡൻസ് ഇങ്ങനെ അവിടെ ഇങ്ങനെ നമുക്ക് ചുറ്റും വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കല്ലായിരുന്നു ആ തറവാട്ടിൽ എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടായിരുന്നു. അത് കാരണം ആരും ഒറ്റയ്ക്ക് എവിടെയും പോയി ഇരിക്കത്തില്ല, എല്ലാവരും ഒരുമിച്ചിരിക്കുള്ളൂ. ക്യാരൻ ഉണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ച്. അപ്പം സാറ് പറയും ഇതിപ്പോ നമ്മുടെ പഴയ സിനിമ പോലെ ആയാലും എല്ലാവരും ഒരുമിച്ച് വന്നിരിക്കുന്നു. കുട്ടികളുടെയൊക്കെ പാരന്റ്സും എല്ലാവരും വേറെ എവിടെയും പോലും എല്ലാവരും മുന്നിൽ ഇരുന്ന്. എന്നാ ഒടുക്കത്തെ ചൂടായിരുന്നു, വൈകുന്നേരം 6 ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എന്നാലും പോവില്ല, എന്നാലും എല്ലാവരും ഒരുമിച്ച് തന്നെ ഇരിക്കും. ഇത് വർഷങ്ങളായിട്ട് പൂട്ടിക്കിടന്നൊരു മനയായിരുന്നു. അത് ശരി. അപ്പോൾ അതിനകത്തൊരു ലേബ്രന്ത് പോലാണ്. കയറി കഴിഞ്ഞാൽ വഴി അറിയില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മുറിയിലൊക്കെ പോയി പെടും. അപ്പോൾ കുറച്ച് ആൾക്കാർ പുറത്തുണ്ടാവും, പിന്നെ ഷൂട്ട് കിടക്കുന്ന മുറിയിലും ആൾക്കാരുണ്ടാവും. അപ്പം ഇവിടുന്ന് അവിടെ വരെ പോവാന്ന് വെച്ചാൽ 2-3 പേര് ഒരുമിച്ചേ പോകത്തുള്ളൂ. കാരണം ഈ പറയുന്ന ചില ഒരു മിസ്റ്റീരിയസ് പ്രസൻസ് ഇങ്ങനെ എപ്പോഴും എല്ലാവരും അത് ചിലപ്പോൾ മനസ്സിന്റെ ഒരു സംഭവം. നമ്മുടെ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്യാനായിട്ടൊരു കോംപ്ലിക്കേറ്റഡ് റിഗ് ആ മനയ്ക്കുള്ളിൽ വെക്കണം. അപ്പോൾ 9:30 ഷൂട്ട് കഴിഞ്ഞിട്ട് റിഗിന്റെ 2 പയ്യന്മാർ ചന്ദ്രകാന്തിന്റെ അസിസ്റ്റൻസ് അവർ രാത്രി നിന്നിട്ട് റിഗ് സെറ്റ് ചെയ്യാണ്. ഞങ്ങളെല്ലാവരും ഡാറ്റയൊക്കെ പറഞ്ഞ് പോയി. പിറ്റേ ദിവസം രാവിലെ ഞാനിങ്ങനെ വെറുതെ അവരെ വിളിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു റിഗൊക്കെ സെറ്റ് ചെയ്യാൻ, എപ്പോഴാണ് പോയത്? കുറച്ച് ലേറ്റായി ചേട്ടാ, ഈ വീട്ടിൽ ആരും ഇല്ലെന്ന് പറയുന്നത് വെറുതെ അപ്പം എന്ത് പറ്റി? അല്ല ഞങ്ങൾ റിഗൊക്കെ ഇങ്ങനെ പണിത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി ഈ മനയിൽ എന്തോ ഞങ്ങൾ മാത്രമല്ലാന്ന്. അപ്പം ഞാൻ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞല്ല, ഞങ്ങൾ ഇത് ഫിറ്റ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ പോകും, നിങ്ങളുടെ ഒരു പരിപാടിക്കും ഞങ്ങൾ. അപ്പൊ ഈ കഥയൊക്കെ പെട്ടെന്ന് സെറ്റിൽ സ്പ്രെഡ് ആവുമല്ലോ. ഓരോരുത്തരും ഇതുപോലെ ഓരോ എക്സ്പീരിയൻസസ് പറയാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ കഥകളുടെ ഒരു കൂമ്പാരമായിരുന്നു ഞങ്ങളുടെ സെറ്റ്. ഉച്ചയായി, സമയായി. അല്ല അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു. ഇത്രയും സിനിമകൾ ചെയ്തല്ലോ, ഒരുപാട്. ഇപ്പം പറഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ സഹിച്ചേട്ടന് തേടി കഥാപാത്രങ്ങൾ എത്താൻ തുടങ്ങിയ ഒരു സമയം കൂടെയാണ് ഇപ്പം. അപ്പം ഇത്തരം സിനിമകളിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സബ്ജക്റ്റുകൾ ഏതൊക്കെയായിരിക്കും? എത്തരത്തിലുള്ള സബ്ജക്ട്? ഇതിപ്പോ പറഞ്ഞു എനിക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിപ്പോ കമ്മിറ്റ് ചെയ്ത പടങ്ങളൊക്കെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കമ്മിറ്റ് ചെയ്തത്. അതായത് എനിക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റും, എനിക്ക് ചേരുന്ന കഥാപാത്രമാണ്, എൻ്റെ അപ്പിയറൻസിന് ചേർന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയ കഥാപാത്രങ്ങൾ, അതിലും സ്റ്റോറീസ് ഇൻട്രസ്റ്റിംഗ് ആണോ എന്നുള്ളൊരു ഫാക്റ്റും കൂടെ ഉണ്ടല്ലോ. ഇതെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് തന്നെയായിരുന്നു. അപ്പൊ അതിനകത്ത് ചിലത് വർക്കാവും, ചിലത് വർക്കൗട്ട് ആവില്ല, അത് സംഭവിക്കും. സജിയേട്ടൻ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ സിനിമ എനിക്ക് പറ്റില്ല എന്നുള്ളത്? എങ്ങനെ ചെയ്യേണ്ടിരുന്നിട്ടുണ്ട് ഞാൻ. ചിലത് നമുക്ക് പറ്റില്ല എന്നുള്ളത് നമുക്ക് ഒരു ബ്രേക്ക് ഡാൻസർ ആയിട്ട് തന്നെ കാസ്റ്റ് ചെയ്താല് അതെന്താ? അല്ല ഒരു എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് അപ്പൊ ആലോചിക്കായിരുന്നു ബ്രേക്ക് ഡാൻസർ ആയിട്ട്. അപ്പം നമുക്കത് കേൾക്കുമ്പോഴേ അറിയാലോ. ഈ പടത്തെ പറ്റി തന്നെ പറയാം നമുക്ക്. ഈ പടത്തെ പറ്റി ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് എത്തുക എന്നുള്ള മണിമൂൽ രാജേട്ടൻ പ്രൊഡ്യൂസറിന്റെ അടുത്ത് എത്തുന്ന പരിപാടി എങ്ങനെയായിരുന്നു ശരിക്കും? ആക്ച്വലി സാർ ഫൈനൽസ് എന്ന് പറഞ്ഞൊരു മൂവി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ടർ അരുൺ PR. അപ്പം അരുൺ PR ആണ് വേറൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് എന്നെ സാറുമായിട്ട് മീറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ആ ഒരു അത് ആക്ച്വലി നമ്മൾ ഫിലിം ആക്കാനുള്ളൊരു ഇതിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മാളികപ്പുറം ഞങ്ങൾ കാണുകയും. അപ്പോൾ പെട്ടെന്നാണ് അങ്ങനൊരു പെട്ടെന്നായിരുന്നു വെച്ചാൽ അത് കംപ്ലീറ്റഡ് ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് എന്നാൽ പിന്നെ ഇത് നമുക്ക് ചെയ്താലോ എന്നുള്ള ഇതിലേക്ക് വന്നത്. അറ്റ് ലാസ്റ്റ് പ്രേക്ഷകനോട് എന്താണ് ഗുളികൻ അല്ലെങ്കിൽ ഗു സംസാരിക്കാൻ പോകുന്നത്? ഭയങ്കര റിലേറ്റീവ് ആയിട്ടൊരു സംഭവമാണ് വെച്ചാൽ അതിനകത്ത് മോഹൻലാൽ നമ്മുടെ ട്രെയിലർ കണ്ടിരുന്നല്ലോ, മോഹൻലാൽ അവസാനം പറയുന്നൊരു സംഭവമുണ്ട് വെച്ചാൽ സത്യത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ളൊരു നേർത്ത ലോകം. ഭയങ്കര തീൻ ലൈനാണ് വെച്ചാൽ നമുക്ക് കേൾക്കുമ്പോൾ രണ്ടും ഒന്നാണെന്ന് തോന്നുന്നു. പക്ഷെ സത്യം എപ്പോഴും റിലേറ്റീവ് ആയിരിക്കും. വെച്ചാൽ എൻ്റെ സത്യമായിരിക്കില്ല അദ്ദേഹത്തിൻ്റെ സത്യം, അതായിരിക്കില്ല നിങ്ങളുടെ സത്യം. അപ്പോൾ ആ സത്യം ഇരിക്കുന്നത് നമ്മൾ ജനിച്ച് വളർന്ന
അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള കഥകളും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ആ സത്യം ഇരിക്കുന്നത്. യാഥാർത്ഥ്യം വേറെ ആയിരിക്കും. അപ്പോൾ ഈ തിൻ ലൈൻ ആക്ച്വലി ഓഡിയൻസിന് ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് അതാണ് ഗുഹ വെച്ചാൽ അതാണ് അതിന്റെ ക്രക്സ്. അതുകൊണ്ടാണ് ലാലേട്ടൻ അത് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത്. ഓക്കെ, പറഞ്ഞു തന്നെ എന്താണ് സൈജാൻ എന്താ പറയാനുള്ള സിനിമയെ പറ്റി? സിനിമയെ പറ്റി ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും, തിയേറ്റർ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി. ഇപ്പം ക്ലീഷയായിട്ടുള്ളൊരു ഇതാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറയുന്നത്. എല്ലാ സിനിമകളും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്, അത് ഏത് ജോണറിലുള്ള സിനിമയാണെങ്കിലും. പക്ഷേ ഇതിൻ്റെ ഒരു ഈ നമ്മുടെ ഒരു ഹൊറർ ഫാൻറ്റസി ജോണറിൽ വരുന്ന ഒരു പടത്തിൻ്റെ ഒരു ഈ മ്യൂസിക്കിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റും ഒക്കെ നമുക്ക് തിയേറ്ററിലായിരിക്കും കുറച്ചുകൂടെ ആൾക്കാരായിട്ടിരുന്ന് കാണുമ്പോഴത്തേക്കും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. മെയ് 17 റിലീസാണ്. അപ്പം എല്ലാവരും സമയമുള്ള പോലെ സൗകര്യം കിട്ടുന്നതനുസരിച്ച് 17 18 19 20 ഏതെങ്കിലും ഒരു ദിവസം പോയി സിനിമ കാണുക. ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സിനിമ. അപ്പം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ തന്നെ നല്ല നല്ല സിനിമകളുടെ ഭാഗമായിട്ട് ഇനിയും കാണാൻ വരട്ടെ എന്നാണ് ആശംസിച്ചത്. ഇനിയും അങ്ങനെ തന്നെ ആശംസിക്കാൻ രണ്ടുപേരെയും നല്ല നല്ല സിനിമകളുടെ ഭാഗമായിട്ട് കാണാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.